സ്വർഗത്തിലെ കനി എന്ന് പറഞ്ഞ വലിയൊരു ഇത്ര വലിപ്പമുള്ള ചുവന്ന ഫ്രൂട്ട് ഉണ്ട് നിങ്ങള്. നമ്മൾ കേരളക്കാർ കഴിക്കുന്ന എല്ലാ പച്ചക്കറിയും വലിയ വിഷമാണെന്ന് നമ്മൾക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത്. അത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് സമയമില്ല, സ്ഥലമില്ല. എന്നാൽ കരിപ്പൂരിലെ 4.25 സെന്റ് സ്ഥലത്തിലെ മനോഹരമായ ഒരു വീട്, ആ വീടിൻ്റെ തട്ടും പുറത്ത് ഒരുപാട് പച്ചക്കറികളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അത് ആനക്കയം കാർഷിക ഗവേഷണത്തിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള റഹീം സാറാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം വലിയൊരു ചാരിറ്റി പ്രവർത്തകനാണ്. ഒട്ടും സമയമില്ലാത്ത ഈ റഹീം സാർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇതൊരു ഫ്രൂട്ടാണ്, അമ്പലവയലിന് കൊണ്ടുവന്നത്. ഇങ്ങനെ ഇത് ഒന്ന് പച്ച ഒന്ന് ചോപ്പാ, ഓറഞ്ച്. ഇത് ഞാവല്, ഇത് നമ്മളെ തവനൂരിൽ നിന്ന് കൊണ്ടാട്ടോ. മരാവും ഞാവല്. ഇത് ഞാവല് ഓൺലൈനിൽ വാങ്ങിയതാ. ഇത് വെസ്റ്റ് ബംഗാൾ ഇവിടെ ആണിത്. ഏറക്ക കാഴ്ചയുണ്ട്. ഒടിഞ്ഞാലൊക്കെ കിട്ടുന്ന മരുന്ന്. എന്തതിന്റെ പേര് പടങ്ങൽ അല്ല, ഓഫീസിലുണ്ട്. കരിമ്പ് ഇവിടെ കൊണ്ടുണ്ട്. കരിമ്പ് കംപ്ലീറ്റ് നോക്കേണ്ടി ഇങ്ങനെ. അകത്തി പറഞ്ഞോ, അകത്തി അയഡിനുള്ള ഏക സസ്യാണിത്. അകത്തിച്ചീര ഇതിൽ അയഡിൻ ഉണ്ടല്ലോ, മറ്റേതൊന്നും അയഡിൻ കിട്ടൂല. കരുവേപ്പ്, അപ്പൊ ഏകദേശം സോളാറ്. ഈ പേരൊക്കെ നല്ല ടേസ്റ്റാ. നല്ല സാർ ടേസ്റ്റ്. അത് നല്ല ഉണ്ടായിരുന്നു. അതിന് നോമ്പിന് നമുക്ക് കിട്ടിയിരുന്നു. ചക്കരക്കേങ്ങ ഇവിടെ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. കഴിച്ചിന് ഇതിപ്പോ എന്നും പറിക്കലാ, ഇപ്പൊ ഉണക്കലാ. പറിച്ചിട്ട് ഇങ്ങനെ ഉണക്കും. വെണ്ടൊക്കെ പുതിയതായിട്ട് ഇങ്ങനെ സ്ഥലത്ത് വരുന്നുണ്ട്. എന്റെ കൊച്ചുണ്ട് കാഴ്ചക്ക് നാരങ്ങ, ഓറഞ്ച്. ഇതൊക്കെ പിന്നെ ഇത് പുളിയാണ്. പക്ഷെ പുറത്തിടം കൊണ്ടിട്ട് നടാൻ വേണ്ടി, റോട്ടിൽ നടാൻ വേണ്ടി വെച്ചതാ. ഇത് എവിടെയെങ്കിലൊക്കെ വിഷയപ്പല്ല. ഇതിന് ഉണ്ടാക്കാനുള്ള നമ്മുടെ മറ്റേ ഒലിബ്ര ഉണ്ടാക്കി വരുന്നുണ്ട്. തീരാ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കൊണ്ടുപോയി കേട്ടോ. ഡ്രാഗന്റെ തൈയാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാ ടേസ്റ്റ്. പക്ഷെ എനിക്ക് നമ്മളിത് ഉണ്ടാക്കിണ്ടല്ലോ അപ്പൊ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഉണ്ടാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനായതല്ല. എടുത്തെടുത്താല് കാപ്പില്ലേ, കോഫി. നമ്മളെ ഇഞ്ചി ആട്ടോ, നമ്മളെ മൈക്രോ ജിഞ്ചർ. കരിമ്പ് ടൗണിൽ കൊണ്ടുവന്ന കരിമ്പില്ലേ, നമ്മള് ബീച്ചിങ് ഒക്കെ ഉണ്ടല്ലോ, നമ്മള് സർവീസ് ഗന്ധി. സ്വർഗത്തിലെ കനി എന്ന് പറഞ്ഞ വലിയൊരു ഇത്ര വലിപ്പമുള്ള ചുവന്ന ഫ്രൂട്ട് ഉണ്ട് നിങ്ങള്. സ്വർഗത്തിലെ കനിയാണ് അങ്ങനത്തെ എന്താ പേരൊക്കെ പറഞ്ഞേക്കാം. പേരെന്തൊക്കെയാണ്, പക്ഷെ അത് നല്ല വലിപ്പമുള്ള ഒരു തരം ഫ്രൂട്ടാണ്. വെള്ളം നല്ല തണുപ്പല്ലേ. ഇത് റിഫ്ലക്സ് ആണ്. ഇവിടെ വന്നാൽ വെള്ളം തെറിച്ച് പോകും, തുള്ളി ചൂടുണ്ടാവില്ല. ഓ ശരി ശരി. എത്ര വെയിലത്ത് ഇതില്ലാത്തല്ലോ. അപ്പൊ ഈ സ്ഥലം തൊട്ടൊക്കെ ഇത് വെള്ളം കഴിക്കുന്ന സ്ഥലം. നല്ല തണുപ്പല്ലേ. ഇതും തുറന്നാ ഫുള്ള് വെള്ളമാണ് കഴിക്കാം. വെള്ളം ഇല്ലാത്ത സമയത്ത് മോട്ടർ ഇടാ. മാത്രല്ല നന്നായിട്ട് ക്ലീൻ, നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇതിനകത്ത് ഇറങ്ങി പോകേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. നേരല്ലേ, ഇറങ്ങി പോകണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് വെള്ളം ഇല്ലാത്ത സമയത്ത് മോട്ടർ ഇടുക, തുറക്കുക. അപ്പൊ എവിടെയെങ്കിലും ചളി ഉണ്ടെങ്കിലും ഒക്കെ അപ്പൊ റഹീം സാറേ, എങ്ങനെ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നത് പറഞ്ഞാൽ, ആദ്യം 4.25 സെന്റ് സ്ഥലത്ത് അടിപൊളി ഒരു വീടും മാത്രമല്ല നമുക്കും അയൽവാസികൾക്കും കഴിക്കാൻ പറ്റാവുന്ന നല്ല, എങ്ങനെ പറയാ, ജൈവ കൃഷി അല്ലേ. രാസവളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം വേണമെങ്കിലും ഈ തട്ടുംപുറത്ത് കാണുകയാണ്, അത് ഉണ്ടാക്കുകയാണ്. അപ്പൊ സമയമില്ല എന്ന് പറയുമ്പോൾ അതുള്ള ബിസ്മി അല്ലേ, ഉണ്ടാക്കണം. നമ്മള് അതിരാവിലെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഒക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്താൽ എത്രയും സമയം കിട്ടും. പരിപാലിക്കാനും ഇതെല്ലാം ഉണ്ടാക്കാനൊക്കെ നമുക്ക് സമയം കിട്ടും. പിന്നെ ഗ്രോ ബാഗിലാകുമ്പോൾ ഒരു പ്രാവശ്യം നനച്ചിട്ടില്ലെങ്കിൽ, ഒറ്റ ദിവസം നനച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോവും ചെയ്യും. പക്ഷെ ഡെയിലി നനക്കും. വെള്ള ടാങ്ക് നമുക്ക് സാധാ പ്ലാസ്റ്റിക്കിന്റെ ആകുമ്പോൾ അത്
വെയിൽ കൊണ്ടിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ക്യാൻസറിന് കൂടുതൽ ബാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ അല്ലെ. ഈ പ്ലാസ്റ്റിക് ടാങ്ക് ഒരിക്കലും വെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റിയല്ല, ചെയ്യാൻ പാടുന്നതല്ല. എന്നാൽ അത് പ്ലാസ്റ്റിക് ആണ്. ഈ സ്റ്റീലിന് ഇത് റിഫ്ലക്ഷൻ വരുന്നതോട് കൂടി ഒരിക്കലും വെള്ളം ചൂടാവില്ല, പ്ലാസ്റ്റിക്കിന്റെ അംശമില്ല. നല്ല ശുദ്ധമായ സ്റ്റെയിൻലെസ് സ്റ്റീല്, നല്ല ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതെ, അത് നല്ല പല ക്വാളിറ്റിയിലുണ്ട്. ഇത് ടോപ്പ് ക്വാളിറ്റിന്റെ ആണ്. മാത്രമല്ല നമ്മളത് തൊട്ട് നോക്കുമ്പോൾ വരുന്ന ഐസ് മാറി ഇരിക്കുന്ന വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിൽ, നല്ല വെയിൽ കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിത് തൊട്ട് നോക്കുമ്പോഴും നമ്മൾ ഈ സ്റ്റീൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല ചൂടുണ്ടാവും എന്ന് വിചാരിക്കും. ചൂടല്ല, ആ വെള്ളം നിൽക്കുന്ന ഭാഗത്ത് നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. മാത്രമല്ല നമ്മുടെ ഗ്യാസ് ആണെങ്കിൽ അതിനും കാശ് കൊടുക്കില്ല അല്ലേ. ബയോഗ്യാസ് ആണ്. ബയോഗ്യാസിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ വലിയൊരു ഉപകാരമാണ്. നമുക്ക് വേസ്റ്റ് ഇടാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് വീടുകളായതുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസൽ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും നമ്മുടെ അയൽപക്കത്തുള്ള ആളുകൾക്കൊക്കെ വേസ്റ്റ് ഇത് കൊണ്ടുവന്നിടാം. 1000 ലിറ്ററിന്റെ കപ്പാസിറ്റിയാണ്. 5 കിലോ വേസ്റ്റും 5 കിലോ ഗരവും 5 കിലോ ദ്രാവകവും ഓരോ ദിവസം വേണമെങ്കിൽ ഇടാം. ഇത് 1.5 മണിക്കൂർ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ അതിന് വരുന്ന സ്ലറി നമുക്ക് നേർപ്പിച്ച് ഈ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. മനസ്സിലായി. ഇത്ര വളരെ സിമ്പിൾ ആണ് സംഭവം. സത്യത്തിൽ അയൽവാസികളുടെ വേസ്റ്റ് വരെ നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ നമ്മൾ തല്ലുണ്ടാക്കി കച്ചറുണ്ടാക്കുന്ന ഈ കാലത്ത് നിങ്ങൾ വേസ്റ്റ് ഞങ്ങൾക്ക് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് അതും നമ്മൾ അവർക്കും സൗകര്യം നമുക്ക് സൗകര്യം. അതെ, ഒക്കെ അങ്ങനെ നടക്കുന്ന ഒരു വലിയൊരു ഗ്യാസും കിട്ടും. 1.5 മണിക്കൂർ ഗ്യാസ് കിട്ടാന്ന് പറഞ്ഞാല് അതെ വലിയൊരു സൗകര്യം. 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ എല്ലാ ഭക്ഷണം പാകം ചെയ്യാം. അല്ലെങ്കിലും അത്യാവശ്യം ബാക്കി നമ്മുടെ ഇപ്പം സോളാർ വന്നതോടെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ഗ്യാസിന്റെ കാര്യം വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സോളാർ ഉണ്ടെങ്കിൽ കറണ്ട് പൈസ ലാഭിക്കാം, അതുപോലെ തന്നെ ഗ്യാസിന്റെ പൈസ ലാഭിക്കാം, നല്ല പ്രകൃതിയുമായിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയാറുണ്ട് നല്ല സാധനമുള്ള നല്ല ഭക്ഷണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് ഫുഡിലൊക്കെ ഭക്ഷണം പോയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും അസുഖങ്ങൾ, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവില്ല, 3 വർഷത്തിന്റെ അടുത്ത് കുറവായിരിക്കും, ഓർമ്മയില്ല കേട്ടോ. സാറിന് ഇതുവരെയായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഓർമ്മയില്ല. നമ്മളൊക്കെ എത്ര വർഷം ഹോസ്പിറ്റലിൽ പോയി? ആക്സിഡന്റ് ആയി ഒന്ന് പോയി മാത്രം. അതെ, ആക്സിഡന്റ് ആയപ്പോൾ അവർ കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. ഇതല്ല മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാരണങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മളെ ചര്യ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളും ക്യാഷൊക്കെ ലാഭിക്കാം എന്നുള്ളത് റഹീം സാറ് കാണിച്ചു തരികയാണ്. സാറ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിന് അടുത്താണ് താമസം. നിങ്ങൾക്ക് ആർക്ക് വന്നാലും ഈ 4.25 സെന്റ് സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാമെന്നും സാറ് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ നല്ലത് വരട്ടെ എല്ലാവർക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.